അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളോട് ചേർന്ന പല മേഖലകളും ഇന്ന് ക്യാൻസർ രോഗത്തിന്റെ പിടിയിലാണ്. അനിയന്ത്രിതമായ കളനാശിനി ഉപയോഗം തന്നെയാണ് പ്രധാന കാരണം. പല രാജ്യങ്ങളിലും നിരോധിച്ച കളനാശിനികൾ യഥേഷ്ടം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് നിരവധിയായ രാജ്യങ്ങൾ ഈ ഗ്ലൈഫോസേറ്റിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുകയും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ഡൽഹി ഹൈക്കോടതി ഒരു വിധിയുണ്ടായി. കീടനാശിനി കമ്പനികൾ കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു സ്റ്റേ ഉണ്ടായി. ആ സ്റ്റേ വീണ്ടും തുടരുന്ന തരത്തിലേക്ക് എത്തി. മന്ത്രിയുടെ വാക്കുകൾ കേട്ടല്ലോ. ഇതെങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതം കാർന്നു തിന്നുന്നു, പരിശോധിക്കാം. 2018 അമേരിക്ക അടക്കം നിരോധിച്ച കളനാശിനി ക്യാൻസറിന് കാരണമാകുന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. ഇന്ന് കേരളത്തിൽ ഏറെ സുലഭം. കർഷകർ മറ്റുള്ള എല്ലാവരുടെയും കൂട്ടായ്മയിൽ എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറെ പേരിലും വേറെ റൗണ്ടപ്പിൻ്റെ സെയിം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്. അപ്പം ചിലർ വേറെ മേടിക്കുന്നുണ്ട്. നെൽപ്പാടങ്ങളിൽ കളനാശിനിയായി മാത്രമല്ല, വീടുകളിലെ കള നശിപ്പിക്കാനും റൗണ്ടപ്പ് തന്നെ ആശ്രയം. നിഷ്കർഷിച്ചയിലും കൂടുതൽ അളവിലാണ് ഉപയോഗം. ഇവിടെ ഉപയോഗിക്കുന്ന കൂടുതലും റൗണ്ടപ്പ് എന്ന് പറയുന്ന സാധനമാണ്. അത് എന്തായാലും അത് ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണമില്ല. പിന്നെ ഇത് ഒരു ഏക്കറിന് ഇത്ര വേണം എന്നൊക്കെ കണക്കുകളുണ്ട്. അത് അടിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നുമില്ല. ജലത്തിലും മണ്ണിലും കലരുന്ന അനിയന്ത്രിത കളനാശിനി അടക്കമുള്ളവ തീർക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല. അപ്പർ കുട്ടനാടിന്റെ പാടശേഖരത്തിന്റെ കരയിൽ ജീവിക്കുന്ന പലരും ഇന്ന് പല മാറാരോഗത്തിന്റെയും പിടിയിലാണ്. സംഭവം ഈ തടിപ്പ് കണ്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു. സംഭവം 21 ദിവസം കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസറല്ലോ. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞായിരുന്നു. പിന്നെ ഇനി ഈ റൗണ്ടപ്പും പിന്നെ ഗ്രാമസോൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെസക സാധനങ്ങളാണ്. പല ആൾക്കാർക്കും ഇവിടെ ഉണ്ട്. ഈ ഭാഗത്ത് പല ആൾക്കാർക്കും ഇങ്ങനെ ഇത് ക്യാൻസറിൻ്റെ പല വകഭേദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ഈ മേഖലയിൽ ഇരട്ടിയായി. പ്രധാനമായും റൗണ്ടപ്പ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുൻപ് ഉപയോഗിച്ചതിൻ്റെ ഇരട്ടി അളവിൽ ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൊയ്ത്തിനായി വെള്ളം കയറ്റുന്നതിന് മുമ്പായിട്ടാണ് മരുന്ന് പ്രയോഗിക്കുന്നത്. തുറന്നുവിടുന്ന ജലത്തിലൂടെ ചുറ്റുപാടുള്ള ജലാശയത്തിലേക്ക് ഇതെത്തുന്നു. നിത്യോപയോഗത്തിനായി പലരും ആശ്രയിക്കുന്ന ജലാശയത്തിലാണ് ഇത് കലരുന്നത്. മത്സ്യസമ്പത്തിനെ അടക്കം ഇത് ബാധിക്കുന്നു. ഗ്ലൈഫോസേറ്റ് എന്ന രാസപദാർത്ഥമാണ് മിക്കതിലെയും പ്രധാന ഘടകം. പാടവരമ്പത്തൂടെ വെറുതെ നടന്നാൽ തന്നെ നമുക്ക് കാണാനാകും റൗണ്ടപ്പിന്റെ ഒഴിഞ്ഞ അനവധി കുപ്പികൾ. മണ്ണ് പരിശോധനയടക്കം നടത്തണമെന്ന നിയമവും പാലിക്കപ്പെടുന്നില്ല. നെല്ല് സംഭരണമടക്കം അവതാളത്തിലാകുമ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കാൻ കർഷകരും നിർബന്ധിതരാകുന്നു. ഇവയെല്ലാം നിരോധിക്കപ്പെടേണ്ടതല്ലേ? ഇതിന് നാം കൊടുക്കേണ്ട വില നമ്മുടെ ജീവനും മണ്ണുമാണ്. ക്യാമറമാൻമാരായ ജോബിൻ തെക്കടിയോടും അഭിലാഷ് ചിറക്കടവിനോടൊപ്പം ഗീതു ജോണി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.